സത്യം പറഞ്ഞ സുജാത ആന്റി നിൽക്കുന്ന സ്ഥാനത്താ ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. എത്ര വലിയ കുറ്റവാളിയായാലും അമ്മമാര് മക്കളെ ന്യായീകരിക്കുമല്ലോ. പക്ഷേ സുജാത ആന്റി അത് ചെയ്തില്ല. അതുകൊണ്ട് ആ സ്ഥാനം നീ എടുത്തു അല്ലേ? ശവങ്ങൾ വീഴുന്നിടത്ത് കഴുകന്മാര് നോക്കിയിരിക്കും. ദാ ഇവളെ പോലെ. ഹരി, നമുക്ക് അങ്ങോട്ട് നീങ്ങി നിൽക്കാം. വാ. പോകാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹരി. ജീവന്റെ കേസ് ഇനി മുതൽ വാദിക്കുന്നത് നന്ദിത മഹാദേവനാ. ജീവന്റെ ഡിമാൻഡ് ആയിരുന്നു അഡ്വക്കേറ്റ് നന്ദിത മഹാദേവൻ തന്നെ മതിയെന്ന്. എന്തൊരു ശാന്തതയോടെയാ അവനിപ്പോ സംസാരിച്ചത്. പക്ഷേ പറഞ്ഞ വാക്കുകളിലൊക്കെ ഭീഷണി തന്നെയായിരുന്നു. അവളെ സംശയിക്കാനും അവളുടെ പേരിൽ കഥകൾ ഉണ്ടാക്കാനും അവനൊരു മടിയും ഉണ്ടായിട്ടില്ല. ഒടുവിൽ അവൾക്ക് നേരെ മാത്രമല്ല, ഞങ്ങൾക്കെല്ലാവർക്കും നേരെ അവൻ ആയുധം എടുത്തു. ഞങ്ങളെല്ലാവരെയും കൊല്ലാൻ നോക്കി. കൂടെ ജീവിക്കാൻ ഗത്യന്തരമില്ലാതെ ഞങ്ങൾ ഒളിച്ചോടുകയായിരുന്നു നാട്ടിൽ നിന്ന്.
യുവർ ഓണർ, മകനെ ജീവന് തുല്യം സ്നേഹിച്ച ഒരമ്മയുടെ വാക്കുകളാണ് കോടതി ഇപ്പോൾ കേട്ടത്. ഇതിൽ നിന്നും ജീവന്റെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവം ക്രിമിനലിന്റേതാണെന്നുള്ളത് വ്യക്തമാണ്. സ്വന്തം അമ്മയെപ്പോലും കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഇയാള് ഒരു നിരന്തര കുറ്റവാളിയാണ്. അത്തരം ഒരാൾക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാതിരുന്നാൽ അയാൾ ഈ സമൂഹത്തിന് തന്നെ വലിയൊരു വിപത്തായി മാറും. സെറീന എന്ന നേഴ്സിനെ അതിക്രൂരമായി കൊന്നുകളഞ്ഞ പ്രതി ജീവന് നിയമം നൽകുന്ന പരമാവധി ശിക്ഷ തന്നെ വിധിക്കണമെന്ന് ഈ കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. പ്രതിഭാഗത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് യുവർ ഓണർ. യുവർ ഓണർ, മകനെതിരെ അമ്മ സാക്ഷി പറയുന്നതിന്റെയും മകൻ അമ്മയ്ക്കെതിരെ സാക്ഷി പറയുന്നതിന്റെയും വൈകാരിക രംഗങ്ങൾ കോടതി പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. സ്വന്തം മകൻ ശിക്ഷിക്കപ്പെടണം എന്ന തീരുമാനത്തോടെ സുജാത എന്ന അമ്മ കോടതിക്ക് മുൻപാകെ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ മാനിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ സുജാത പറഞ്ഞ ചില വസ്തുതകൾ ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി സുജാതയെ ചോദ്യം ചെയ്യാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. നിങ്ങളുടെ മകൻ കുറ്റവാസനയുള്ള ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. കുഞ്ഞുനാൾ മുതൽ അങ്ങനെയാണോ അതോ വിവാഹത്തിന് ശേഷമാണോ അങ്ങനെയായത്? വിവാഹത്തിന് ശേഷം. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. ജീവൻ വിവാഹം കഴിച്ചത് നിത്യ എന്ന പെൺകുട്ടിയല്ലേ?